നിന്റെ ശത്രു ആരാണ്? ജീവിതത്തിൽ നിന്നെ വിജയിക്കാൻ സമ്മതിക്കാതെ എപ്പോഴും പരാജയത്തിൽ തന്നെ പിടിച്ചു നിർത്തുന്ന നിന്റെ ശത്രു, നിന്റെ പിന്നിലേക്ക് വലിച്ചുകൊണ്ടിരിക്കുന്ന ശത്രു ആരാണ്? അതിനുള്ള ആൻസർ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നീയാണ്. നിന്റെ ശത്രു, നിന്നെ പരാജയപ്പെടുത്തുന്നത് നീയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യം ചെയ്യുന്നതിന്റെ തൊട്ട് മുമ്പ് നമ്മൾ എന്താണ് ചിന്തിക്കുന്നത്? നമുക്ക് പല ഉദ്ദേശങ്ങളുണ്ട്. ജീവിതത്തിൽ വിജയിക്കണം, പലതും ചെയ്യണം, അങ്ങനെയൊക്കെ ഉദ്ദേശമുണ്ട്. എന്നിട്ടും നമ്മൾ എന്താ തളർന്നു പോകുന്നത്? ചില മനുഷ്യർ മാത്രം ജീവിതത്തിൽ വിജയിക്കുന്നുണ്ട്, ചിലർ മാത്രം പരാജയപ്പെടുന്നുണ്ട്. എന്താണ് കാരണം? ഈ വിജയിക്കുന്നവരൊക്കെ നല്ല ബുദ്ധി ഉള്ളതുകൊണ്ടാ? നല്ല പണം ഉള്ളതുകൊണ്ടാണോ? നല്ല ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ടാണോ? നോ. ഇവർക്കൊന്നും ഇല്ലാത്തൊരു ചിന്തയുണ്ട്, ഭയം. തോറ്റു പോകുമോ എന്നുള്ള ഒരു ഭയം അവർക്കൊന്നുമില്ല. വിജയിച്ചവരൊക്കെ നിങ്ങൾ നോക്കിയാൽ മതി, അവർക്കൊന്നും പരാജയപ്പെടുമോ എന്നുള്ള ഒരു ഭയം തന്നെ ഉണ്ടാവില്ല. നമ്മുടെ ലൈഫിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഉള്ളതും അതാണ്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾ എന്താ ചിന്തിക്കുന്നത്? നമ്മൾ തോറ്റു പോകുമോ? മറ്റുള്ളവരെന്ത് വിചാരിക്കും? നാട്ടുകാരെന്ത് പറയും? കുടുംബക്കാരെന്ത് പറയും? അവരുടെ മുന്നിൽ ഞാൻ എങ്ങനെ എഴുന്നേറ്റ് നിൽക്കും എന്നൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. അത് തന്നെയാണ് നമ്മുടെ പരാജയത്തിന്റെ ഏറ്റവും വലിയ ലക്ഷണം. വിജയിക്കണം എന്ന ആഗ്രഹമുണ്ടോ? നിനക്ക് പണം വേണ്ട, കുടുംബം വേണ്ട, ഫ്രണ്ട്സ് വേണ്ട, നീ ഒരാൾ വിചാരിച്ചാൽ മതി. നിനക്കൊന്നുമില്ലെങ്കിലും നീ ഒരാൾ വിചാരിച്ചാൽ മതി. നിന്റെ ലൈഫിൽ വിജയിക്കാൻ നീ ഒറ്റയ്ക്ക് മതി. കാരണം നീ തീരുമാനിക്കണം, ഞാൻ വിജയിക്കണോ വേണ്ടയോ എന്ന്. നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ടാണ്, നാം പരാജയപ്പെടുമോ എന്നുള്ള ചിന്തകൾ വരുന്നത് കൊണ്ടാണ് നിങ്ങളുടെ ലൈഫിൽ എവിടെയും എത്താത്തത്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ആരാണ് ഒറ്റയടിക്ക് വിജയിച്ചിട്ടുള്ളത്? ആരും വിജയിച്ചിട്ടില്ല. എല്ലാവരും പരിശ്രമിക്കലോടുകൂടെ ശ്രമിച്ച് അങ്ങനെയായിരുന്നു വിജയിച്ചത്. ലോക പ്രശസ്ത ശാസ്ത്രജ്ഞനായ തോമസ് ആൽവ എഡിസൺ വരെ 1000 തവണ ബൾബ് ഉണ്ടാക്കിയിട്ടും പൊട്ടിത്തെറിച്ച് 1000 തവണ കടന്നതിന് ശേഷമാണ് അദ്ദേഹം വിജയിച്ചത്. എന്നിട്ടും അദ്ദേഹം പറഞ്ഞത് 1000 തവണ ഞാൻ തോറ്റതല്ല, എങ്ങനെയൊക്കെ ബൾബ് ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ളതാണ് ഞാൻ പഠിച്ചത്. അതാണ് കോൺഫിഡൻസ്. പരാജയപ്പെടുക എന്നുള്ളത് ഒരു പ്രശ്നമുള്ള കേസല്ല, വീണു പോവുക എന്നുള്ളത് ഒരു വിഷയമുള്ള കേസല്ല. പക്ഷെ വീണിടത്ത് തന്നെ കിടക്കുന്നുണ്ടെങ്കിൽ അത് നിന്റെ മാത്രം പ്രശ്നമാണ്. തോൽക്കും, വീണ്ടും തോൽക്കും, വീണ്ടും തോൽക്കും. പക്ഷെ 8 തവണ തോറ്റാലും 9ാം തവണ ഉയർന്നേൽക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. അതാണ് നമ്മുടെ പവർ. അവിടെയാണ് നമ്മുടെ വിജയം. വിജയിച്ചവന് ഏറ്റവും കൂടുതൽ ഒഴിവാക്കിയതും എന്ത് വിചാരിക്കും, ഞാൻ തോൽക്കുമോ എന്നുള്ള ആ ഭയം തന്നെയാണ്. അതാണ് നമ്മുടെ ലൈഫിൽ നിന്ന് നമ്മൾ ആദ്യം എടുത്തു കളയേണ്ടത്. എടുത്തു കളയണം, എങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ കഴിയുകയുള്ളൂ.